സുൽത്താനായി വാഴണം. അവസാനം അവൻ മരിക്കുന്ന നാൾ വന്നാലും അവന്റെ ശവമഞ്ചമെടുക്കാൻ പോലും ആരുടെയും ആവശ്യമുണ്ടാവില്ല. അവന്റെ കല്ലറ വരെ ചെന്നെത്താൻ അവന് സ്വന്തം കാൽപാദങ്ങൾ ഉണ്ടാകും. അന്ന് 2 സംഭവങ്ങളാണ് നടന്നത്. ആ സ്ഥലം ഇല്ലാതായി. അവനും. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. വരുമ്പോ ആരും ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറയും. എന്നാ അവൻ പോയപ്പോ എല്ലാം കൊണ്ടുപോയി. അവൻ കൈപിടിച്ച ജനങ്ങളെ അവസാനം വരെ അവൻ കൈവിട്ടില്ല. അവന്റെ പ്രഭാവത്തെ അവസാന ശ്വാസം വരെ ജനം മറക്കില്ല. അവനെ കുറിച്ചൊരു പുസ്തകം എഴുതി ഈ ലോകത്തിന് അവൻ ആരാണ് ഞാൻ കാട്ടിക്കൊടുക്കും. എത്ര വർഷം വേണ്ടി വന്നാലും സാരമില്ല. എല്ലാ എവിഡൻസ് കളക്ട് ചെയ്ത് പ്രൂഫ് സഹിതം ഞാൻ എഴുതും. നിങ്ങൾ എങ്ങനെ പറയും സാർ? എന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പുരാണത്തിലെ ഭൂതപ്രേത യോദ്ധാക്കൾ ഉള്ള കെട്ടുകഥയായി അവതരിപ്പിക്കില്ല. അല്ലെങ്കിൽ ഇതിഹാസത്തിൽ യുദ്ധങ്ങളോടെയോ വിജയങ്ങളോടെയോ നിറം പിടിപ്പിക്കില്ല. ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു അമ്മയുടെ പിടിവാശിയുടെ കഥയായി പറഞ്ഞേനെ. അവനെങ്ങനെ മരിക്കുമെന്ന് അവൻ തന്നെ എഴുതി വെച്ചിരുന്നു. അവനെങ്ങനെ ജീവിച്ചുവെന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. വെള്ളത്തിൽ നിന്ന് തീ ഉണ്ടായ ചരിത്രമേ ഇല്ല. പക്ഷേ ഈ അമ്മയുടെ കണ്ണീരിൽ നിന്ന് തീയുമുണ്ടായി. റോക്കി എന്ന ചരിത്രവും ഉണ്ടായി. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ല സർ. ഒറ്റയ്ക്ക് വന്ന് പൊരുതി വെട്ടിപ്പിടിച്ച മോൺസ്റ്റർ.